യോടുകൂടി അമ്മയുടെ തിരുനാമം ജപിച്ചുകൊണ്ട് പ്രദക്ഷിണ വഴിയിൽ 4 പ്രദക്ഷിണം, ദേവിയല്ലേ, അപ്പൊ 4 പ്രദക്ഷിണം, അകത്തൊന്ന് പുറത്ത് 3, എങ്ങനെ വേണമെങ്കിലും ആവാം. ആ പ്രദക്ഷിണം ജപിച്ച് വളരെ ഭക്തിയോടുകൂടി അവിടെ വന്ന്, എന്നിട്ട് എങ്ങനെ വേണം, ഭഗവതിയെ തൊഴുത് ഭഗവതിയുടെ നടക്കൽ വന്ന് തൊഴുമ്പോൾ എന്ത് വേണം, ഭഗവതിയുടെ 5 സ്ഥൂല ശരീരം 5 പ്രാകാരങ്ങളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമസ്കാര മണ്ഡപം വരുമ്പോൾ ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ കഴുത്താണ്, ശിരസ്സാണ് ശ്രീകോവില്. ആ ബലി സപ്തമാതൃക്കൾ ഉണ്ടാവും അല്ലെ, അകത്തെ സപ്തമാതൃക്കൾക്ക് ബലി തൂവും. ഉത്സവ ബലി ഉണ്ടല്ലോ അല്ലെ, ഉത്സവ ബലിക്ക് ആ തൂവല് നടക്കുന്ന അവിടം വരെ സ്ഥൂല ശരീരമാണ്. ആ ഗർഭഗൃഹം എന്ന് പറയുന്നതാണ് ഭഗവാന്റെ ശിരസ് എന്ന് പറയുന്നത്. അതിൻ്റെ അടിയിലോ, ഏറ്റവും അടിയിൽ ആധാരശില, അതിൻ്റെ മുകളിൽ നിധികുംഭം, അതിൻ്റെ മുകളിൽ പത്മം, അതിൻ്റെ മുകളിൽ കൂർമ്മം, അതിൻ്റെ മുകളിൽ നപുംസകശില, ഇങ്ങനെ 6 ആധാരങ്ങളിലൂടെ നമ്മുടെ മൂലാധാര ചക്രം, ഏറ്റവും നട്ടലിൻ്റെ അടിയിൽ മൂലാധാരം, അതിൻ്റെ തൊട്ട് മുകളിൽ സ്വാധിഷ്ഠാനം, അതിൻ്റെ മുകളിൽ നമ്മുടെ പൊക്കൽക്കൊടിയുടെ നേരെ നമ്മുടെ രം എന്ന് പറയുന്ന ബീജാക്ഷരത്തോടുകൂടി മണിപൂരക ചക്രം, അതിൻ്റെ മുകളിൽ ഹൃദയത്തിൽ വരുമ്പോൾ അനാഹത ചക്രം, കഴുത്തിൽ വരുമ്പോൾ വിശുദ്ധി ചക്രം, ഇങ്ങനെ ഇവിടെ വരുമ്പോൾ ആജ്ഞാചക്രം, ഇങ്ങനെ ഈ പടി 6, പണ്ട് നമ്മൾ നമഃശിവായ മന്ത്രം പറയില്ലേ, പടി 6 കടന്ന് അവിടെ ചെല്ലുമ്പോൾ ആ സത്യമാകുന്ന നാശമില്ലാത്ത മംഗളസ്വരൂപിയാകുന്ന ശിവനെ കാണാം എന്ന് പറയുന്ന ആത്മതത്വത്തിലേക്കാണ്. ഇവിടെ ദേവിയാണ്. ആ ദേവി വിഗ്രഹം, ആ ബിംബം പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആധാര പീഠം അല്ലെങ്കിൽ ആ പീഠം ഉണ്ടല്ലോ ഉറപ്പിച്ചിരിക്കുന്നത്, അത് പുരുഷശിലയായിരിക്കും. പുരുഷനാണെങ്കിലോ അത് സ്ത്രീശിലയിലായിരിക്കും ഉറപ്പിക്കുക. അവിടെ വരുമ്പോൾ അവിടെ ഒരു ജാതി വ്യത്യാസവും, പുരുഷനെന്നോ സ്ത്രീയെന്നോ ഒരു വ്യത്യാസവും ഇല്ലാതെ ഗംഭീരമാകുന്ന ഒരു എന്താ പറയാ, നമ്മുടെ ഈ ഋഷീശ്വരന്മാരുടെ ഒരു ചിന്താ പദ്ധതികൾ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് സ്ത്രീയെന്നോ പുരുഷനെന്നോ ശരീരത്തിൽ നിന്നെല്ലാം കടന്ന ആത്മസ്വരൂപമാകുന്ന ചൈതന്യത്തെ, ഇനി പഴയ ഭാരതീയർ നടത്തിയിരുന്ന യജ്ഞങ്ങളുമായിട്ട് ക്ഷേത്രത്തെ വേണമെങ്കിൽ നമുക്ക് വളരെ സുന്ദരമായിട്ട്, യജ്ഞശാലയാണ് ക്ഷേത്രം. പഞ്ചമഹായജ്ഞങ്ങളാണ് ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെന്തൊക്കെയാ? ബ്രഹ്മയജ്ഞം, ദേവയജ്ഞം, പിതൃയജ്ഞം, ഭൂതയജ്ഞം, മനുഷ്യയജ്ഞം. ബ്രഹ്മയജ്ഞം എവിടെയാണ് നടക്കുക? അമ്പലത്തിന്റെ അകത്ത്. പണ്ട് ദേവസ്വം ബോർഡിലേക്ക് നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ പോകുന്നതിന് മുൻപ് വരെ, ദേവസ്വം ബോർഡിലേക്ക് നമ്മുടെ ക്ഷേത്രങ്ങൾ പോകുന്നതിന് മുൻപ് വരെ മുമ്പിലൊരു നമസ്കാര മണ്ഡപം ഉണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അമ്പലത്തിന്റെ മുമ്പിലൊരു നമസ്കാര മണ്ഡപം കാണാം. ഗുരുവായൂരൊക്കെ പോകുമ്പോൾ നമ്മൾ ആ നമസ്കാര മണ്ഡപം ചുറ്റിയാ പോവുക. ഈ നമസ്കാര മണ്ഡപത്തിൽ കലശങ്ങളൊക്കെ വെച്ച് നടക്കണം, കണ്ടിട്ടില്ലേ? പൂജയൊക്കെ നടക്കണമല്ലോ. അമ്പലത്തിന്റെ അകത്ത് പൂജ നടക്കുമ്പോൾ ഈ നമസ്കാര മണ്ഡപത്തിൽ ഇരുന്നിട്ട് മുറജപം പോലുള്ള വേദമന്ത്രങ്ങൾ ജപിക്കും. അത് കണ്ടിട്ടില്ലേ? ഒരു പ്രത്യേക രീതിയിൽ വേണം അത് ജപിക്കുന്നത്. സംഗീതാത്മകമാണ്, തരംഗം പോലെയാണ്. എനർജി അങ്ങനെയാ, മന്ത്രം അങ്ങനെ തരംഗം പോലെയാണ്. എല്ലാ ചലനങ്ങളും തരംഗ രൂപത്തിലാണെന്ന് പറയും. ഈ വേദമന്ത്രങ്ങൾ ആ നമസ്കാര മണ്ഡപത്തിൽ അത് ജപിക്കും. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് ദേവസ്വം ബോർഡ് ഏറ്റെടുത്ത പിന്നെ ഒരൊറ്റ ക്ഷേത്രത്തിലും നമസ്കാര മണ്ഡപത്തിൽ നിന്ന് ജപിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ആലോചിച്ച് നോക്കുക. ഇത് അവിടെ ചൈതന്യവർദ്ധനവിന് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ പഞ്ചമഹായജ്ഞങ്ങൾ പ്രതിഫലേച്ഛ കൂടാതെ നമുക്ക് ഈ ജന്മം കിട്ടിയതിനുള്ള നന്ദി സൂചകമായിട്ട് മനുഷ്യൻ ചെയ്യേണ്ട കർമ്മങ്ങളിൽ ഒന്നാണ് ഈ പഞ്ചമഹായജ്ഞങ്ങൾ. നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഭാഗവത സപ്താഹം കടക്കുകയാണെങ്കിൽ ഇത് വിശദമായിട്ട് അവിടെ പറയും. ഭാഗവത സപ്താഹയജ്ഞത്തിൽ പഞ്ചമഹായജ്ഞം, പിതൃകടം എങ്ങനെയാണ് വീട്ടേണ്ടത്, കൃഷികടം എങ്ങനെയാണ് വീട്ടേണ്ടത്, ഭൂതകടം എങ്ങനെയാണ് വീട്ടേണ്ടത്, ദേവകടം എങ്ങനെയാണ് വീട്ടേണ്ടത്, ഇതെല്ലാം ഒരു മനുഷ്യനുള്ളതാ. നമുക്ക് ശരീരം എടുത്തിട്ടുണ്ടോ? ഞാൻ ശരീരം എടുത്തിട്ടുണ്ടോ? ഞാൻ ശരീരം എടുത്തിട്ടുണ്ടോ? എനിക്കിതുണ്ട്. അപ്പൊ ഞാൻ ആരാണെന്നുള്ള ചോദ്യമോടെ നിൽപ്പുണ്ട്. അതെ ഞാൻ എടുത്ത് സ്ട്രെസ് ചെയ്ത് പറഞ്ഞത്. ഈ കടങ്ങൾ വീട്ടാവുന്നത് പഞ്ചമഹായജ്ഞങ്ങൾ. നമ്മൾ നേരത്തെ ബ്രഹ്മയജ്ഞം പറഞ്ഞു, രണ്ടാമത് ദേവയജ്ഞമാണ്. ഈ ബിംബത്തെ അഗ്നിയായിട്ട് സങ്കല്പിച്ചുകൊണ്ട് നടത്തുന്ന എല്ലാ ഹോമങ്ങളും പൂജകളും ദേവയജ്ഞ. കണ്ടിട്ടില്ലേ? പ്രാണായ സ്വാഹ, അപാനായ സ്വാഹ, സമാനായ സ്വാഹ, ഉദാനായ സ്വാഹ, വ്യാനായ സ്വാഹ, പലതരത്തിലുള്ള മുദ്രകളിലൂടെ ഇങ്ങനെ ആഹുതി ചെയ്ത് കൊടുക്കുക അഗ്നിയിലേക്ക്. ഇത് ദേവയജ്ഞമാണ്. ഇത് കഴിഞ്ഞ് നിവേദ്യച്ചോറ് തൂകും. കണ്ടിട്ടില്ലേ? നിവേദ്യച്ചോറുകൾ കൊണ്ടും തൂകും. അത് ഭൂതയജ്ഞമാണ്. ഇനി അമ്പലത്തിന്റെ അകത്ത് തിടപ്പള്ളി ഒരു വൈശ്യം എന്ന് പറയുന്ന ഒരു കടമുണ്ട്. ഒരു കർമ്മമുണ്ട്. അതാണ് പിതൃയജ്ഞം.
ഇനി മനുഷ്യയജ്ഞം എങ്ങനെയാ? പണ്ട് ക്ഷേത്രങ്ങളിലെല്ലാം കാല് കഴുകി ചൂട്ടെന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. തിരുവോണ ഊട്ടിനൊക്കെ കണ്ടിട്ടുണ്ടാവും, പഴയ ആൾക്കാർ കേട്ടിട്ടുണ്ടാവും. തിരുവോണ ഊട്ടുകനൊക്കെ 12 ബ്രാഹ്മണരെ അല്ലെങ്കിൽ 12 ആൾക്കാർ അവിടെ വരും, അവരെ കാല് കഴിച്ച് അവരെ അവർക്ക് വസ്ത്രമൊക്കെ കൊടുത്ത് അവരുടെ മനസ്സ് തൃപ്തിയാക്കുക. അങ്ങനെയാണല്ലോ. നമുക്ക് പ്രത്യേകിച്ച് മലയാളിക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും അല്ലേ? എങ്ങനെയാ? സന്തോഷമായിട്ട് ആരെങ്കിലും ബഹുമാനിച്ച് ആദരവോട് കൂടി നമുക്ക് ഇരുത്തി ഇലയിട്ട് ഭക്ഷണം വിളമ്പി തന്ന് പോകാൻ നേരത്തൊരു മുണ്ടും തന്നു കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് അതൊക്കെയായിരുന്നു. കഥകളിക്കൊക്കെ വന്നാൽ പണ്ടത്തെ കഥകളിക്കൊക്കെ അങ്ങനെയാ, മുണ്ടും എന്തെങ്കിലും ഒരു 50 റുപ്യ 100 റുപ്യൊക്കെയാണ് കൊടുത്തത്. ഇന്ന് കാലം മാറി. എല്ലാ കലാകാരന്മാരും കണക്ക് പറയാൻ തുടങ്ങി. എന്തിനെ? ആചാര്യന്മാര് വരെ അല്ലേ? ആലോചിച്ച് നോക്കൂ, കണക്ക് പറയുന്ന ഒരു രീതിയിലേക്ക് മാറിയില്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞേ? എന്തിനെങ്കിലും കണക്ക് പറഞ്ഞിരുന്നോ പണ്ട്? എന്താ കാരണം? നമ്മുടെ ഈ ഉദരനിമിത്തം ബഹുകൃതവേഷം എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവൻ നിലനിൽക്കാൻ, ജീവനെ നിലനിർത്തിക്കൊണ്ടു പോകാൻ വേണ്ട ആവശ്യങ്ങൾ നടന്നു പോകണം എന്നുള്ള ഒരൊറ്റ ഇതിലായിരുന്നു നമ്മൾ പണ്ട് കാലത്ത് ജീവിച്ചിരുന്നത്. ഇന്ന് അത് മാറി. നമുക്ക് ആവശ്യങ്ങളുടെ വാട്സിന്റെ എണ്ണം കൂടിക്കൂടി വരിക. ഒരു പുതിയ ഫോൺ മേടിച്ചു, ആ ഫോൺ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഫോൺ പറ്റില്ല. ഐഫോൺ പുതിയത് ഇറങ്ങിയിട്ടുണ്ട്, 17 Pro. അതാകുമ്പോൾ അതിന് കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ട്, കൂടുതൽ കണക്ടിവിറ്റി ഉണ്ട്, കൂടുതൽ നെറ്റ് എടുത്താലും ഇങ്ങനെ തന്നെയാണ്. എന്ത് കിട്ടിയാലും നമ്മുടെ മനുഷ്യന്റെ മനസ്സിന് തൃപ്തി എന്ന് പറയുന്നത് ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ ഇതിന്റെ പുറകെ ഒന്നിന്റെ പുറകെ ഒന്നായിട്ട് ഇങ്ങനെ ചുറ്റി. ഇതാണ് ഈ സംസാര സാഗരം. ഈ സംസാര സാഗരത്തെ സച്ചിദാനന്ദ സാഗരമായിട്ട് കൺവെർട്ട് ചെയ്യണമെങ്കിൽ സാധാരണക്കാരന്, പണ്ട് കാലത്ത് പറയില്ല, ഒരു 41 ദിവസം ഒന്ന് പോയി കുളിച്ചു തൊഴൂ അമ്പലത്തില്. പണ്ട് കാലത്ത് എങ്ങനെ കുളിച്ചു തൊഴുക എന്ന് പറഞ്ഞാൽ ക്ഷേത്രക്കുളത്തിൽ പോയി കുളിച്ച് ഈറനെടുത്ത്, നേരത്തെ പറഞ്ഞ പോലെ 20, 25, 30 മിനിറ്റ് എടുത്ത് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ആ ഇരിക്കേണ്ടിടത്ത് വന്നിരുന്ന് തീർത്ഥമൊക്കെ കുടിക്കാതെ എങ്ങനെയാ തീർത്ഥം കൂടി പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത്? എങ്ങനെ തീർത്ഥം കുടിക്കുക അറിയോ? എങ്ങനെ ക്ഷേത്രം മേടിച്ചു കുടിക്കുന്നത്? ഇങ്ങനെയാണോ കുടിക്കുന്നത്? ചുണ്ടുമായിട്ട് സ്പർശിക്കാറുണ്ടോ? ഉണ്ടോ? പറഞ്ഞോളൂ, തെറ്റിയിട്ട് കുഴപ്പമൊന്നുമില്ല, ആരും വഴക്കൊന്നും പറയില്ല. ചുണ്ട് സ്പർശിക്കാമോ? വേൽച്ചുണ്ടോ കിഴിച്ചുണ്ടോ? പാടില്ല. ക്ഷേത്രത്തിന്റെ വിധിയാമണ്ണം തീർത്ഥം സേവിക്കണമെങ്കിൽ മുരല് പോലെ എടുത്ത് ഇങ്ങനെ വേണം തീർത്ഥം സേവിക്കാൻ. നേരെ നാവിലേക്കും തൊണ്ടയിലേക്കും ഇറ്റിട്ട് വീഴാനേ പാടുള്ളൂ തീർത്ഥം. എന്താണെന്നറിയോ? ശരിക്കും ഇതിന്റെ ആചാരങ്ങൾ പഠിച്ചാൽ നമ്മളിത് അനുഷ്ഠിക്കുന്നില്ലെന്നുള്ളത് ഞാനിത് മനസ്സിലാക്കിയ പോലെ ഞാൻ അങ്ങനെ ആക്കി. ഞാനും ആദ്യം ഇങ്ങനെ തന്നെ കഴിച്ചിരുന്നത്, തുറന്നു പറയാം. ഞാനും ഇങ്ങനെ തന്നെ കുടിച്ചിരുന്നത് തീർത്ഥം. പക്ഷെ ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ മനസ്സിലായി, തീർത്ഥം എന്ന് പറയുന്നത് ദേവന്റെ ശരീരസ്പർശം എന്ന അമൃതപൂർണമാകുന്ന ചൈതന്യമാണ് തീർത്ഥം. രോഗങ്ങൾക്കെല്ലാം നമ്മുടെ സ്ഥൂല ശരീരത്തിലുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചില്ല, ക്ഷേത്ര ദർശനം വിധിയാമണ്ണം നടത്തുകയാണെങ്കിൽ നമ്മുടെ സ്ഥൂല ശരീരത്തിലുള്ള രോഗങ്ങൾ നമുക്കറിയാലോ. രാത്രി കിടന്നുറങ്ങുമ്പോൾ എന്തെല്ലാം റീജുവനേറ്റിംഗ് പ്രോസസ്സുകളാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്. നമ്മൾ 10 മണിക്ക്, ഇപ്പം എറണാകുളത്തൊക്കെയുള്ള ലൈഫ് 10 മണിക്ക് പോയിട്ട്, ഇന്ന് ഞാൻ ഓഫീസിൽ ഇറങ്ങുമ്പോൾ ഒരാൾ പറയാം 10 മണിയാകുമ്പോൾ പോയിട്ട് 4 പൊറോട്ടയും കുഴിമന്തിയും കഴിച്ചിട്ട് വന്ന് കിടന്ന ശരീരത്തിന് സുഖം ഉണ്ടാവുമോ? എപ്പോൾ ഭക്ഷണം കഴിക്കണം? വൈകുന്നേരം ഒരു 7 മണിക്ക് മുൻപ്, സന്ധ്യയ്ക്ക് മുമ്പ്, വിളക്ക് കൊളുത്തുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ ഒരു 7 മണിയാകുമ്പോൾ തന്നെ നാമം ജപിച്ച ശേഷം ആഹാരം അത്താഴം അത്തിപ്പഴത്തോളം എന്നാ പറയാ. അത്താഴം അത്തിപ്പഴത്തോളം വളരെ ലൈറ്റായിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ട് അത് ഒരു 9-9:30 ആകുമ്പോഴത്തേക്ക് ഡൈജസ്റ്റ് ചെയ്തതിന് ശേഷമാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ ബോഡിയിലുള്ള റീജുവനേറ്റിംഗ് പ്രോസസ്സ് മുഴുവൻ നേരത്തെ പറഞ്ഞ അകത്തിരിക്കുന്ന ശക്തി നമുക്ക് 1 രൂപ പോലും ചെലവില്ലാതെ നമ്മളിങ്ങനെ പൊന്നു പോലെ ജഗദംബിക നമ്മൾ റീജുവനേറ്റ് ചെയ്ത ചൈതന്യം, ബോധം ഈ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലൂടെ ശരീരത്തിൽ പ്രവഹിച്ചിറങ്ങി നേരത്തെ പറഞ്ഞ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, ഈ 6 ആധാര ചക്രങ്ങളിലൂടെയും അത് കൃത്യമായിട്ട് ഒഴുകി 112ഓളം ബാക്കിയുള്ള കേന്ദ്രങ്ങളിലൂടെ ഇതിങ്ങനെ എന്താ ചക്രം എന്ന് പറയാൻ കാരണം?